ഹായ് അസ്സലാമലൈക്കും. എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. പിന്നെ ഇത് നമ്മളെ കാസർഗോഡുകാർ നാടൻ കൽത്തപ്പം. ഇത് നമ്മളെ കാസർഗോഡ് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാം. ഞാനിത് പുറത്തുള്ളവരുടെ പറയുന്നത് ഇത് നല്ല ടേസ്റ്റ് മാത്രം. ഇപ്പം ആരും ഇത് ഉണ്ടാക്കാനില്ല, ഞാൻ പോലും ഉണ്ടാക്കുന്നില്ല. ഇപ്പം ഞാൻ നോൺ സ്റ്റിക്ക് തവയിൽ ഗ്യാസിൽ ചുടുന്നത്. പിന്നെ മുഞ്ഞാന്നിലെ നമുക്ക് ഗ്യാസില്ലാത്തപ്പോൾ നോൺ സ്റ്റിക്ക് വെച്ച് നമ്മൾ പുറത്തേ അടുപ്പിൽ എല്ലാം ഉണ്ടാക്കിപ്പോണേ. ഇതൊന്ന് നിങ്ങൾക്ക് കാട്ടാൻ വേണ്ടി ഞാൻ ഒരു കൽത്തപ്പാക്ക പണ്ടത്തെ ഉമ്മ ചുട്ട ഓർമ്മ പുതുക്കാന്ന് പറഞ്ഞിട്ട് ഇതാക്കി. ഇതൊന്നും പണിയില്ല. പച്ചരി 2 കൊണ്ട എടുക്കാം, 1 കൊണ്ട ചോറെടുക്കുക, 1 കൊണ്ട തേങ്ങ ഇടുക, ഉപ്പിടുക, അരക്കുക. നല്ല അരയണമെന്നിട്ടില്ല, അരയൊന്ന് കുറയാണ്ടും വേണ്ട. പിന്നെ നമ്മൾ നല്ലൊരു ചട്ടി വെച്ച് കൽത്തപ്പത്തിൻ്റെ ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് തേങ്ങ കൊത്തിട്ട് പിന്നെ ഉള്ളി ഇട്ട് സവള കട്ടാക്കിയിട്ട് ഇട്ടിട്ട് നല്ല കുറച്ച് ഫ്രൈ ആകുമ്പോൾ ഇട്ട് ബീത്തിയിട്ട് അടിക്കുമ്പോഴേക്ക് തീ ഇട്ടിട്ട് എടുക്കുക. നല്ല ടേസ്റ്റ്. ഇത് മക്കളെ പറഞ്ഞാൽ തീരല്ല. നമ്മളെ നോൺ സ്റ്റിക്കെല്ലാം വെറുതെ അത്ര ടേസ്റ്റ് എൻ്റെ അപ്പത്തിന്. പണ്ട് എൻ്റെ ഉമ്മാൻ്റെ നല്ല കഞ്ചിൻ്റെ ചട്ടിയെല്ലാം ഉണ്ടായിരുന്നു, അതിലെല്ലാം ഉമ്മാക്ക് നല്ല ടേസ്റ്റ്. പിന്നെ ഞാൻ നല്ലൊരു മുട്ടക്കറി കൂട്ടിയിട്ട് നാസ്റ്റാക്കി. ഇപ്പം നോമ്പ് കഴിഞ്ഞാൽ തിന്നുന്ന തന്നെ കൂടുതൽ ഡയറ്റ് തന്നെ ആയിക്കോണേ. ഇപ്പം എല്ലാം കാലത്ത് അപ്പം തിന്നും, മുട്ടയും തിന്നും. പിന്നെ ഉച്ചക്ക് ചോറും വയ്ക്കില്ല. എൻ്റെ വേറെ തന്നെയല്ലേ ചോറും കാലത്തപ്പം എല്ലാം ഞാൻ മുട്ട തിന്ന് സമാക്കും. കാലത്ത് 2-3 മുട്ട തിന്ന് സമാക്കും, ബദാം തിന്നും. പിന്നെ ഉച്ചക്ക് ചോറ് വയ്ക്കാറ് മറ്റേ മീലിട്ട് അരി തിന്നിട്ട് ഇതാക്കും. ഇപ്പോൾ അരിൻ്റെ ചോറ് വെച്ചിട്ട് സമാക്കും. ഇപ്പം അതല്ല, ഇപ്പം എപ്പോഴും ചോറ് തന്നെ. പിന്നെ ഞാൻ ചോറെല്ലാം വെച്ചിട്ട് ഉച്ചക്കാകുമ്പോഴേക്ക് ഞങ്ങൾക്കൊരു സുന്നത്ത് മാലാണ്. ഞങ്ങളെ അടുത്ത് നിരയിൽ തന്നെ അവിടെ പോയിട്ട് നല്ല ബീഫ് ബിരിയാണിയും, നിങ്ങൾക്ക് കാട്ടാൻ മറന്നതല്ല, ബീഫ് ബിരിയാണിയും നല്ല ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടായിരുന്നു. അവിടെല്ലാം പോയിട്ട് എല്ലാവരും കണ്ട് മുണ്ടിയിട്ട് നല്ല ആസ്വദിച്ചിട്ട് വന്നു. നല്ല പൊലിസണേ, നല്ല കിടാക്കള പാട്ടും കളിയും പാട്ടുകാരും എല്ലായിട്ട് നല്ലൊരു പൊലിസായി. അങ്ങനെ പിന്നെ എല്ലാം വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല അല്ലേ. വീഡിയോ പിടിച്ച് എടുക്കുമ്പോൾ അത് എന്തോ ഒരു പാങ്ങുന്നില്ല. പിള്ളേരുണ്ട് അവരുടെ കയ്യിൽ കൊടുത്തെങ്കിൽ നല്ല. പിന്നെ ഞാൻ വൈകിട്ടാകുമ്പോഴേക്കല്ലേ കുറേ നാളെ നടുക്കാൻ പോകത്തില്ല, അങ്ങ് എപ്പോഴും നടുക്കാൻ തന്നെ പോകും. ഇപ്പം എന്തൊക്കെ ഈ പാത്തിമാരിൽ മൂടിയിട്ട് തന്നെ ഇവിടെ തന്നെ സമാനം പോകാനൊരു മടി തന്നെ. പോരൊന്ന് പറത്തിയാൻ വേണി കാറിൽ പോവും, കാറിൽ വരും, ഇല്ലെങ്കിൽ റിക്ഷയിൽ അങ്ങോട്ട് പോകും. പിന്നെ ഇപ്പം നടുക്കുന്നതില്ല, ഒരു ചവിട്ട് നടുക്കാത്ത എല്ലാ രോഗം വന്നിട്ട് കുടിയും, നല്ലോണം കുടിയും ഇപ്പോൾ നടുക്കാത്ത. അങ്ങനെ കുറച്ച് നടുക്കാന്ന് വേണ്ടിയിട്ട് നടന്നുകൊണ്ട് ഇങ്ങനെ ഞങ്ങളെ സിയാബ് സ്കൂളിൻ്റെ ഇങ്ങനെ നടന്നുകൊണ്ട് പോന്നു. നടന്ന് നല്ല മൈൻഡെല്ലാം ഫ്രീ ആയിട്ട് നല്ല കൊസ്യാന്നിരിക്കത്തേന്. വൈകുന്നേരം നടന്നെങ്കിൽ പിന്നെ കാലത്ത് നടക്കാനൊക്കെ വലിയ മടി. നിസ്കരിച്ച് ഓതി തസ്ബീഹ് അങ്ങനെല്ലാം ടൈം പോയി. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ചെറിയ പണിയെല്ലാം ഇരിക്കുന്നു. അങ്ങനെ നടന്നോണ്ട് പോയിട്ട് എത്തിയിട്ടാണ് എൻ്റെ മോൻ വരുന്ന കാണുന്നത്. മോൻ ശരി ഉമ്മ അടുക്ക് പോകുന്ന നടന്നിട്ട് അടുക്ക് വന്ന ഓർ നടക്കാനേ വിടുന്നില്ല. എനിക്ക് നടക്കാൻ ഇഷ്ടം മാത്രം. ഇപ്പം ഞാൻ ഈ പാത്തിമാൻ്റെ മൂട്ടിട്ട് ഇവിടെ ബാക്കിയാണ്. ഞങ്ങൾ ഒക്കത്തന്നെ പോകുന്നു, ഒക്കത്തന്നെ വരുന്നു, ഒറ്റക്ക് പോകാനേ ടൈമേ ഇല്ല. അങ്ങനെ ഞങ്ങൾ ചങ്ക് വരുന്ന അങ്ങനെ കുബുറ അടുക്ക് പോയിട്ട് നടന്നൊരു ബിലാൽ പള്ളീൻ്റെ അടുക്ക് എത്തുമ്പോഴേക്ക് എൻ്റെ മോൻ വന്നു. പിന്നെ എൻ്റെ ഭാഗത്ത് പോയി. ഞാൻ തിരിച്ചണേ ബദ്ധിയോടോളി നടക്കുമ്പോഴേക്ക് കഴിയുന്നില്ല. വച്ചിന്ന് ഇതന്നെ ദമ്മ് കിട്ടുന്ന പോലെയാണ്, കാളെല്ലാം പോലെയാണ്. പിന്നെ ഇന്ന് നടക്കാന്നിട്ട് ആ എണക്ക് ഇല്ല
എപ്പോഴും ഞാൻ ബിലാൽ പള്ളീൻ്റെ അടുത്തോളം നടന്നിട്ട് വരുന്നത് അന്നല്ല. ഇപ്പം പോനേ ഇല്ല. ഇപ്പം എന്തോ ഒരു മടി പോകാൻ. ഞാൻ പിന്നെ ഓനെ കിട്ടിയാൽ പിന്നെ അവൻ്റെ തന്നെ സ്കൂട്ടറിൽ ഉപ്പളോളം പോയിട്ട് വന്നു. നമുക്ക് പിന്നെ അവിടെ കണ്ട പാത്രം എല്ലാം എടുക്കുന്ന പണി. ഓക്കെ, ബൈ.